ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 56-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം നോക്കാം. കേരളത്തിലെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം ഏത്? ഓപ്ഷൻസ്: കോവളം, നെയ്യാറ്റിൻകര, വർക്കല, പാറശാല. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, നെയ്യാറ്റിൻകര. രണ്ടാമത്തെ ചോദ്യം: അലുമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഓപ്ഷൻസ്: പ്ലവന പ്രക്രിയ, ലീച്ചിങ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക, കാന്തിക വിഭജനം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ലീച്ചിങ്. മൂന്നാമത്തെ ചോദ്യം: നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: നികുതി നൽകാതിരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, കൃഷിയിടങ്ങൾ തരിശിടുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, കൃഷിയിടങ്ങൾ തരിശിടുക. നാലാമത്തെ ചോദ്യം: ഭരണഘടനയുടെ 352-ാം അനുച്ഛേദം താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടൽ, കേന്ദ്ര ഗവൺമെന്റിന് കടമെടുക്കുന്നതിന്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ഇതൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത് ഏതു മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? ഓപ്ഷൻസ്: ശാസ്ത്രം, സാഹിത്യം, കായികം, സംഗീതം. ശരിയുത്തരം ഓപ്ഷൻ എ, ശാസ്ത്രമാണ്. ആറാമത്തെ ചോദ്യം: ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഓപ്ഷൻസ്: 1-ാം പഞ്ചവത്സര പദ്ധതി, 2-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി, 4-ാം പഞ്ചവത്സര പദ്ധതി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏഴാമത്തെ ചോദ്യം: സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം താഴെ പറയുന്നവയിൽ ഏത് തരം അവകാശമാണ്? ഓപ്ഷൻസ്: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇതൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എട്ടാമത്തെ ചോദ്യം: ടിപ്പുവിന്റെ പടയോട്ടം ചുമർ ചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി ഏത്? ഓപ്ഷൻസ്: കാഞ്ഞൂർ പള്ളി, ചേപ്പാട് പള്ളി, കൊരട്ടിപ്പള്ളി, അകപ്പറമ്പ് പള്ളി. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കാഞ്ഞൂർ പള്ളിയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻസ്: ജാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ, ബീഹാർ. ശരിയുത്തരം ഓപ്ഷൻ സി, ഒഡീഷയാണ്. പത്താമത്തെ ചോദ്യം: ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: ഇടുക്കി, കാസർഗോഡ്, പാലക്കാട്, വയനാട്. ശരിയുത്തരം ഓപ്ഷൻ ഡി, വയനാടാണ്. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. 10-10 എന്ന സീരീസുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക്